9 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം കന്യാസിമാർക്ക് ജാമ്യം. ഛത്തീസ്ഗഡിലെ ബിലാസ്പൂരിലെ NIA കോടതിയാണ് ജാമ്യം കൊടുത്തത്. 2 കന്യാസിമാര് ആയ പ്രീതി മേരിക്കും സിസ്റ്റർ വന്ദന ഫ്രാൻസിസിനും അവരെ കൂടെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിയുടെ പിതാവ് സുകുമാൻ മാണ്ഡവി എന്നിവർക്കും ജാമ്യം കൊടുത്തു. ബിലാസ്പൂരിലെ NIA കോടതി ജഡ്ജി സിറാജുദ്ദീൻ ഖുറേഷിയാണ് ജാമ്യം കൊടുത്തത്. അന്വേഷണത്തിൽ സഹകരിക്കണമെന്നും പാസ്പോർട്ട് സറണ്ടർ ചെയ്യണമെന്നും നിർദ്ദേശമുണ്ടായി. ആ കേസിനകത്ത് ആ പെൺകുട്ടികൾ പറഞ്ഞു തങ്ങൾ ചെറുപ്പം മുതലേ ക്രിസ്ത്യൻ സമുദായ അംഗങ്ങളാണ് എന്നവർ മൊഴി കൊടുത്തിരുന്നു. സുകുമാൻ മണ്ഡവി മൊഴി കൊടുത്തിരുന്നു തങ്ങൾ ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടവരാണ്. അപ്പം മതപരിവർത്തനം അവിടെ ചീറ്റിപ്പോയി. അവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസിന് മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല. കോടതിക്ക് അത് ബോധ്യപ്പെട്ടു. മറ്റൊരു സംഗതി, അവരെ തട്ടിക്കൊണ്ടു പോകല് അല്ല, അവർ വോളണ്ടറി ചെയ്ത് ആ റെയിൽവേ സ്റ്റേഷനിൽ വന്നതാണ്. ആ സിസ്റ്റേഴ്സിൻ്റെ ഒപ്പം പോകാൻ വന്നതാണ്. ആ പെൺകുട്ടികൾ ചെറുപ്പം മുതലേ ജനിച്ചത് തന്നെ ക്രിസ്ത്യൻ സമുദായ അംഗമായിട്ടാണ്. അവരുടെ ഒരു പിതാവും അത് പറയുന്നുണ്ട്. ഇതൊന്നും അവിടുത്തെ ബജ്രംഗദളിന്റെ നേതാക്കന്മാർക്ക് രസിച്ചില്ല. നേതാക്കന്മാർ അതിനോട് യോജിച്ചില്ല. ഭരണകൂടം BJP RSS മുഖ്യമന്ത്രി ഭരിക്കുന്ന സ്ഥലത്ത് അവർ യഥേഷ്ടം നിറഞ്ഞാടിയത് നമ്മൾ കണ്ടു. ആ കേസിലെ വാദിയായിട്ട് വന്നത് ബജ്രംഗദളിലെ രവി നിക്കം, പരാതിക്കാരി രവി നിക്കം എന്ന സ്ത്രീയായിരുന്നു. അവിടെ ബജ്രംഗദളിലെ ഒരു കുട്ടി നേതാവ് ജ്യോതി ശർമ്മയെ നമ്മൾ കണ്ടു. ആണ് പോലീസ് സ്റ്റേഷനിൽ ഇവരെയൊക്കെ ചോദ്യം ചെയ്യുന്നത്. സിസ്റ്റേഴ്സിൻ്റെയും കൂടെയുള്ള കുട്ടികളെ അവർ മർദ്ദിച്ചു. അവിടുത്തെ ഒരു കുട്ടിയുടെ പിതാവിനെ അയാളെ മർദ്ദിച്ചു. അത് തന്നെയല്ല, അവർക്ക് യാതൊരു കൺട്രോളും ഇല്ല അവിടുത്തെ പോലീസിന്. ഒരു കേസങ്ങ് നിർബന്ധിതമായി എടുത്തു എന്ന് മാത്രം. അവിടുത്തെ മുഖ്യമന്ത്രി അദ്ദേഹം RSS BJP-കാരൻ തന്നെയാണ്, മാറ്റമില്ല. വിഷ്ണു ദിയോ സായി അവിടെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം പഠിച്ചത് ക്രിസ്ത്യൻ കോളേജിലാണ്. അവിടുത്തെ ലയോള കോളേജിലെ ആ ബിലാസ്പൂരിൽ തന്നെയുള്ള ഒരു ലയോള കോളേജിലാണ് ഇദ്ദേഹം പഠിച്ച് വളർന്നത്. പക്ഷേ ഇപ്പോഴത്തെ ബജ്രംഗദളിന്റെ അവിടുത്തെ യൂത്ത് വിഭാഗവും ആ വിഭാഗത്തിന്റെ നേതാവായ ആ സ്ത്രീയായിരുന്നു ഇതിന്റെ പിന്നിൽ കളിച്ചത്. ബജ്രംഗദൾ നേതാവ് ജ്യോതി ശർമ്മയുടെ അവിടുത്തെ പ്രവർത്തനം നമ്മൾ കണ്ടു. സിസ്റ്റേഴ്സിനെ ചോദ്യം ചെയ്യുന്നതും അവരെ മർദ്ദിക്കുന്നതും അവരെ തള്ളുന്നതും അവരെ വിരട്ടുന്നതും ആ പെൺകുട്ടികളെ മർദ്ദിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടു. പോലീസ് അത് നോക്കി നിന്നു. പോലീസിന് യാതൊരു അധികാരവും അവിടെയില്ല. ഭരിക്കുന്നത് RSS BJP നേതാവ് തന്നെ. ഇതിന് ജാമ്യം ലഭിച്ചു. കോടതി ചില കാര്യങ്ങൾ നിരീക്ഷിച്ചു. കോടതിയുടെ മുമ്പിൽ കേസ് ഡയറി കൊണ്ടുവരാൻ പറഞ്ഞു. കേസ് ഡയറി കൊണ്ടുവന്നു. ജഡ്ജി സിറാജുദ്ദീൻ ഖുറേഷി പരിശോധിച്ചിട്ട് അതിനകത്തെ ഈ പെൺകുട്ടികളുടെ മൊഴി ഒക്കെ കണ്ടു. അവർ ജനിച്ചത് തന്നെ ക്രിസ്ത്യൻ സമുദായത്തിലാണ്, ക്രിസ്ത്യനായിട്ടാണ് വളർന്നത്. അപ്പൊ ആ ഭാഗം പോയി. കടത്തിക്കൊണ്ട് പോകല്ല, പ്രായപൂർത്തിയായവരെ വോളണ്ടറി ആയിട്ടാണ് അവരവിടുന്ന് പോകുന്നത്. ഇതിന് ഘടകവിരുദ്ധമായ ഒരു മൊഴിയാണ് അവിടെ ബജ്രംഗദളിന്റെ നേതാവായി വന്ന പരാതിക്കാരി രവി നിക്കം. അതുകൊണ്ട് കോടതി ഇത് സസൂക്ഷ്മം എല്ലാം നിരീക്ഷിച്ചു. 9 ദിവസം 9ാമത്തെ ദിവസം ജാമ്യം ലഭിച്ചുവെങ്കിലും അത്രയും ദിവസം അവിടെ കിടക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. ഇത് മനഃപൂർവ്വം കരുതിക്കൂട്ടിയെടുത്ത ഒരു കേസാണെന്ന് ഉറപ്പായി. ഈ കേസിനകത്ത് പ്രധാനമന്ത്രി ഇടപെട്ടു, അല്ലെങ്കിൽ അമിത്ഷാ ഇടപെട്ടു എന്നൊക്കെ വാർത്തകൾ വരുന്നുണ്ട്. എന്തായാലും ഇന്ത്യയിലെ ഈ 2 വകുപ്പുകൾ ഇനി പ്രയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. NIA കോടതി ഇന്ത്യയിലെ ഒരിടത്തും ഇതുവരെ ഇങ്ങനത്തെ കേസുകളിൽ ആരെയും ശിക്ഷിച്ചതായിട്ട് കണ്ടിട്ടില്ല. ഇത് മതപരിവർത്തനം, ഇന്ത്യ ഒരു ഭരണഘടന അനുസരിച്ച് മതേതര രാഷ്ട്രമാണ്. ഏത് മതത്തിലും നമുക്ക് വിശ്വസിക്കാം, ഏത് മതത്തിലേക്കും നമുക്ക് ചാടാം. അതിനൊന്നും ഭരണഘടന എതിര് പറയുന്നില്ല. അങ്ങനെയുള്ള രാജ്യത്ത് ഇങ്ങനെയുള്ള വകുപ്പുകൾ ഡിലീറ്റ് ചെയ്ത് കളയുന്നതായിരിക്കും നല്ലത്. ഏത് മതത്തിലും വിശ്വസിച്ചോട്ടെ, മുസ്ലിം സമുദായത്തില്, ക്രിസ്ത്യൻ സമുദായത്തില്, ഹിന്ദു സമുദായത്തില്, അല്ല ജൈനമതനായിട്ട് ഇല്ല, ബുദ്ധമതനായിട്ട് എന്തുമാത്രം മതങ്ങൾ ഇന്ത്യയിലുണ്ട്. അതിലൊക്കെ വിശ്വസിക്കുകയും അങ്ങോട്ട് പോവുകയൊക്കെ ചെയ്തിട്ടു. അതൊക്കെ ആപേക്ഷികമാണ് എന്ന് നമുക്കറിയാം. കാരണം ചിലപ്പോൾ കുറച്ചുനാൾ ഒരു മതത്തിൽ വിശ്വസിക്കും, ചിലപ്പോൾ നിരീശ്വരവാദിയായിട്ട് നടക്കും. അപ്പൊ ഭരണഘടന അനുസരിച്ച് മതേതര രാജ്യമായ നമുക്ക് ഇങ്ങനെയുള്ള വകുപ്പുകൾ
ഭരണഘടന അല്ലെങ്കിൽ ലംഘനമായിട്ടോ അല്ലെങ്കിൽ നമ്മൾ കരുതേണ്ടി വരും. കാരണം ഭരണഘടനയിൽ എങ്ങും പറയാത്ത ചില വകുപ്പുകൾ, ചില സെക്ഷനൊക്കെ അവിടെ ഇവിടെയൊക്കെ കയറി കിടക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഡിലീറ്റ് ചെയ്യേണ്ട സമയം കഴിഞ്ഞു, അല്ല അതിന്റെ പുറത്ത് ആക്ഷൻ എടുക്കരുത്. അതാണ് പോലീസിനെ പഠിപ്പിക്കേണ്ടത്. കാരണം ഇതുപോലെയുള്ള ചില വകുപ്പുകൾ ഇന്നും ഇന്ത്യയുടെ പല ഭാഗത്ത് നിലനിൽക്കുന്നുണ്ട്, അതനുസരിച്ച് നടപടി എടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു നിയമം രാജ്യത്ത് എവിടെയെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ പുറത്തേക്ക് പോലീസ് വലിഞ്ഞു കയറി അതനുസരിച്ച് ഒരു കേസ് എടുക്കുന്നത് നല്ലതല്ല. ഇപ്പോഴത്തെ ഈ കേസിന്റെ സ്വഭാവം നമ്മൾ മനസ്സിലാക്കിയാലും BJPക്കാരും RSSകാരും ഒക്കെ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. ഏത് മതത്തിലും വിശ്വസിക്കാം നമുക്ക്. ചില രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി മതത്തെ അവർ പ്രയോഗിക്കുന്നല്ലാതെ അവരുടെ വിശ്വാസങ്ങൾ ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും. അവരുടെ പിന്നണിയിൽ നിൽക്കുന്ന അധികം വിദ്യാഭ്യാസമുള്ള ചില ആൾക്കാരെ ഇളക്കിവിട്ട് ഇതുപോലുള്ള പരാതിക്കാരായിട്ട് രംഗത്ത് കൊണ്ടിരുന്ന് കാണാം നമുക്ക്. അതുകൊണ്ട് ആ 2 സിസ്റ്റേഴ്സിനും ജാമ്യം ലഭിച്ചു. അവരുടെ ജയിലിൽ നിന്ന് ഇറങ്ങി അവരവരുടെ അടുത്തുള്ള മഠത്തിൽ പോയി. ഛത്തീസ്ഗഡിലും അറിയാം, ഒറീസയിലെ പല ഭാഗത്തും, ഇന്ത്യയിലെ പല ഭാഗത്തും ഇതുപോലെയുള്ള ആതുര സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന അച്ഛന്മാരുണ്ട്, കന്യാസ്ത്രീമാരുണ്ട്, പാസ്റ്റർമാരുണ്ട്. പല സംസ്ഥാനങ്ങളിൽ ഇവരെല്ലാവരും വർക്ക് ചെയ്യുന്നുണ്ട്. അതൊക്കെ പ്രേക്ഷിതമായ പ്രവർത്തനമാണ്. പാവങ്ങളുടെ കൂടെ നിൽക്കുന്നതാണ്, അവർക്ക് ആവശ്യമുള്ള ഭക്ഷണങ്ങൾ കൊടുക്കുന്നതാണ്, അല്ലെങ്കിൽ അവരുടെ വീട് കെട്ടിക്കൊടുക്കുന്ന ഇങ്ങനെയുള്ള പ്രവർത്തികൾ, സാമൂഹ്യ പ്രവർത്തികൾ ചെയ്യുന്ന ധാരാളം ക്രിസ്ത്യൻ സമുദായം, ക്രിസ്ത്യൻ മതത്തിൽ വിശ്വസിക്കുന്നവരുണ്ട്. മുസ്ലിം സമുദായത്തിൽ ഇതുപോലുള്ള ആൾക്കാരുണ്ട്, അവരും ഇതുപോലുള്ള പ്രവർത്തനം ചെയ്യുന്നു. അതൊക്കെ നിരോധിക്കുന്നു, അതിനെതിരെ കേസെടുക്കുന്നു ഒന്നും നല്ല പ്രവണതകളല്ല. കാരണം താൽക്കാലികമായ ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാകുമെന്നല്ലാതെ അതിനപ്പുറത്തൊന്നും ഉണ്ടാകില്ല. ഏതായാലും സന്തോഷകരമായ വാർത്തയാണ് വന്നത്. 2 കന്യാസ്ത്രീമാരെ ജാമ്യത്തിൽ വിട്ടു. 9ാം ദിവസം 9 ദിവസം കിടന്നു. ഇനി ഈ രീതിയിലുള്ള കേസുകൾ കഴിവുള്ളിടത്തോളം NIA കോടതിയിൽ FIR എടുത്ത് കൊടുക്കാതിരിക്കുന്നതാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ചെയ്യേണ്ടത്. കാരണം ഇതൊന്നും നിലനിൽക്കുന്നതല്ല. ഇതിനകത്ത് കോഗ്നിസൻസ് നിലനിൽക്കില്ല എന്ന് ഇന്ത്യയിൽ ഇതുവരെ ഇതുപോലെയുള്ള സെക്ഷൻ മാത്രം വിട്ട കേസുകളൊക്കെ നമുക്ക് മനസ്സിലായി. കാരണം സെക്ഷൻ 4 BNS 141 അത് നിർബന്ധിത മതപരിവർത്തനം, മറ്റൊന്ന് അവരെ കടത്തിക്കൊണ്ടു പോവുക. ഇതൊന്നും ഇന്ത്യയിൽ നടക്കും. കൊച്ചുകുട്ടികളെയൊക്കെ പിടിച്ചു വലിച്ച് കടത്തിക്കൊണ്ടു പോകുന്നതിന് ഈ സെക്ഷൻ ഇട്ടോളൂ, യാതൊരു പ്രശ്നവുമില്ല. അങ്ങനെയുള്ള സെക്ഷൻ നിലനിൽക്കും. ഇതുപോലെയുള്ള മതമാറ്റത്തിനും അതുപോലെ മതം മാറ്റി കടത്തിക്കൊണ്ടു പോകുന്നതൊക്കെ ഇതുപോലെ പ്രായപൂർത്തിയായവര്, പ്രത്യേകിച്ചും മെച്യൂറായ കന്യാസ്ത്രീമാരും അവരൊക്കെ ജീവിതം ധാരാളം കണ്ടവരാണ്. അവർ ശാന്തരായിട്ട് അവിടെ ഇരിക്കുന്നത് നമ്മൾ കണ്ടല്ലോ. അവരുടെയൊക്കെ മനസ്സും പ്രവർത്തന മേഖലയൊക്കെ പാവങ്ങളോട് സഹാനുഭൂതിയിട്ട് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ളവരെ ഉപദ്രവിക്കുന്ന നല്ല പ്രവണതയല്ല. നമ്മൾ നേരത്തെ ഓസ്ട്രേലിയൻ ക്രിസ്ത്യൻ മതവിഭാഗത്തിലെ പ്രൊഫസറെയും അദ്ദേഹത്തിന് 2 കുട്ടികളെയും കാറിലിട്ട് കൊന്നതൊക്കെ നമ്മൾ കണ്ടു. ഇതുപോലുള്ള ചില സംഭവങ്ങൾ ഇന്ത്യയുടെ പല ഭാഗത്തും റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും പൊതുവെ അതിനോടൊക്കെ ജനങ്ങൾക്ക് ഇപ്പം വലിയ താല്പര്യങ്ങളൊന്നുമില്ല. അതൊക്കെ ആ സ്റ്റേജുകളൊക്കെ ഇന്ത്യ കടന്നു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഞാൻ കരുതുന്നത്.